ഡോക്ടർ മോഹൻ വർഗീസ്, അതാണ് ഈ 20 പദ്ധതി വായിക്കുമ്പോൾ തന്നെ ഇത് നടപ്പിലാകുമോ എന്ന സംശയം തോന്നും. ഹമാസ് ഒരു ഘട്ടത്തിലും അതിന്റെ നിരായുധീകരണം സംബന്ധിച്ചോ പലസ്തീൻ സ്റ്റേറ്റ് ഇല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നത് സംബന്ധിച്ചോ യാതൊരു ഉറപ്പും നൽകിയിട്ടില്ല എന്നത് നമ്മൾ ഓർക്കണം. എന്താണ് ഗസയെക്കുറിച്ചുള്ള ട്രംപിന്റെ അധികാരത്തിലേക്ക് 2ാം തവണ വന്നപ്പോഴുള്ള പ്രഖ്യാപനം? ഗസയെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കാനുള്ള ട്രംപിന്റെ സ്വപ്നം ലോകം കേട്ടതാണ്. അപ്പോൾ ആ ട്രംപ് മുൻകൈയെടുത്ത 20 പദ്ധതി, ട്രംപും ഇസ്രായേലും വെടിനിർത്തലിന്റെ പല സാഹചര്യങ്ങളും അന്താരാഷ്ട്ര ഇടപെടലുകളും എങ്ങനെയാണ് UN ഉൾപ്പെടെ മറികടന്നത് എന്നതും കൂടി നമ്മൾ നോക്കിയാൽ ഇവിടെ ഇപ്പോൾ ഈ പൊളിയാൻ വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവന്നു. ഞങ്ങളൊന്നും ശ്രമിച്ചില്ല എന്നാരും പറയരുത്. വെടിനിർത്തൽ ഞങ്ങൾ നോക്കി, ഇനി ഒന്നും നടക്കില്ല, അത് ലംഘിച്ചത് ഹമാസാണ്. അങ്ങനെ ഉത്തരവാദിത്വം മുഴുവൻ ആരുടെയെങ്കിലും തലയിൽ വെച്ചിട്ട് തങ്ങളുടെ യഥാർത്ഥ പദ്ധതി നടത്താനുള്ള ഒരു ഇടപെടലാണോ ഇത് എന്ന് സംശയിക്കണം. രേണുക, യഥാർത്ഥ പദ്ധതി എന്ത് എന്നതാണ് ദാറ്റ് ഈസ് ദി $1 മില്യൺ ക്വസ്റ്റ്യൻ. ഇവിടെ ശ്രീ PM നാരായണൻ പറഞ്ഞ നിർത്തിയെടുത്ത് നിന്ന് ഞാൻ തുടങ്ങുകയാണ്. അബ്രഹാമിക കരാറുകൾ 4 അറബ് രാജ്യങ്ങളുമായി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രേരണയാൽ ഇസ്രയേലും ഈ രാജ്യങ്ങളും തമ്മിൽ അബ്രഹാമിന്റെ പേരിൽ കരാറുകൾ ഒപ്പിട്ടു. 5ാമത്തെ രാജ്യം സൗദി അറേബ്യ ഒപ്പിടുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷങ്ങളിലാണ് ഹമാസ് ആക്രമണം നടത്തിയത്. ഒക്ടോബർ 7, 2023. അപ്പൊ അതിനർത്ഥം എന്താണ്? അബ്രഹാമിക കരാറുകൾ ട്രംപ് തന്നെ തുടങ്ങിവെച്ച ഇസ്രയേലിനെയും അറബ് രാജ്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരിക, ആത്യന്തികമായി അമേരിക്ക അതിന് കാർമ്മികത്വം നിലപാട് നിൽക്കുക. ഈ ഒരു പദ്ധതി പകുതി വെച്ച് അബ്രപ്റ്റായി അവിടെ അബോർട്ടഡായി. അത് വീണ്ടും ഒന്നുകൂടി പുനഃസ്ഥാപിക്കാനുള്ള 1ാം അവസരമായി ഈ 20 പദ്ധതിയെ ട്രംപ് കണ്ടു എന്നതാണ് കാര്യങ്ങൾ ഇത്രയും സങ്കീർണമാക്കിയത്. അത് രണ്ടും വേറെ വേറെ കാണേണ്ട കാര്യമാണ്. അബ്രഹാമിന്റെ അക്കോർഡുകളുടെ സ്പിരിറ്റ് നോക്കൂ. ഇസ്രയേൽ രാജ്യത്തെ അറബ് രാജ്യങ്ങൾ അംഗീകരിക്കണം. ഒന്നൊന്നായി അംഗീകരിച്ചു വരുമ്പോൾ ഏതാണ്ട് എല്ലാ അറബ് രാജ്യങ്ങളും ഇസ്രയേലിനെ അംഗീകരിക്കും. അതിനർത്ഥം എന്താണ്? തുർക്കി അറബ് രാജ്യമല്ല, അപ്പൊ അബ്രഹാമിക് കരാറിന്റെ ഒരു പങ്കാളിയാകേണ്ട കാര്യമില്ല. ഇറാൻ അറബ് രാജ്യമല്ല, അതുകൊണ്ട് അബ്രഹാമിക് കരാറിന്റെ പങ്കാളിയാകേണ്ടതല്ല. അതുകൊണ്ട് അറബ് ലോകത്തെ മൊത്തമായി ഇസ്രയേലിനോടൊപ്പം നിർത്തി, അമേരിക്കയോടൊപ്പം നിർത്തി, അങ്ങനെ അവിടെ ഒരു മേൽക്കോയ്മ പെർമനന്റായി അമേരിക്കൻ താൽപര്യങ്ങളുടെ ഒരു മേധാവിത്വം അവിടെ ഉറപ്പുവരുത്തുക. ആ പദ്ധതി ചെറിയ രീതിയിൽ ഒരു ഭ്രംശമുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ പ്രോജക്ട് മാത്രം എടുത്തിരിക്കുന്നു. ഗാസയുടെ വിഷയം നമ്മൾ നോക്കുമ്പോൾ വലിയ വിഷയമാണ്. അതായത് എത്രയോ ലക്ഷം പേരാണ് ഡിസ്പ്ലേസ് ആയിരിക്കുന്നത്. 68,000-ൽ പരം പേരുടെ ജീവൻ പോയിരിക്കുന്നു. പക്ഷേ ഇവിടെ നോക്കൂ, ആത്യന്തികമായ സമാധാനമാണ് വേണ്ടതെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഓസ്ലോ കരാറിന്റെ സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നില്ല? പാലസ്തീൻ എന്ന വാക്ക് അബദ്ധത്തിൽ പോലും 20 പദ്ധതിയിൽ വരാത്തത് എന്തുകൊണ്ട്? ട്രംപിന് നന്നായിട്ട് അറിയാം, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏത് തീവ്ര സംഘടനയെ സംബന്ധിച്ചിടത്തോളം, പലസ്തീനിയൻസിന് വേണ്ടി പോരടിക്കുന്ന ഏത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്ന ആശയമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അത് ന്യായമോ അന്യായമോ എന്നുള്ള 2ാമത്തെ കാര്യം ഇസ്രായേൽ ഒരിക്കലും അംഗീകരിക്കില്ല എന്നതും അറിയാം. പക്ഷെ പരമാവധി അറബ് രാജ്യങ്ങളെ കൊണ്ട് ഈ ആശയത്തിൽ നിന്നും പിന്നാക്കം പോവുക, അതായത് നിങ്ങൾ ദയവായി അത് പ്രസ് ചെയ്യരുത്, തൽക്കാല സമാധാനമേ ആകാവൂ, അതുകൊണ്ട് സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാജ്യം അവിടെ നിൽക്കട്ടെ, അതിനേറെ സമയമെടുക്കും എന്ന് സഖ്യകക്ഷികളായ അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഹമാസിനോടൊപ്പം നിൽക്കുന്ന, ഹമാസിനെ സംരക്ഷിച്ചു നിർത്തുന്ന അറബി ഇസ്ലാമിക രാജ്യങ്ങളെ കൊണ്ട് പറയിച്ചെടുക്കുക എന്ന ദൌത്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് വിജയിച്ചു. അതല്ലേ അതിന് യാഥാർത്ഥ്യം. ഇവിടെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി പാലസ്തീൻ എന്ന വാക്ക് പറഞ്ഞ ആ നിമിഷം ഇസ്രയേൽ ഒരു കാരണവശാലും അടുക്കില്ല, അത് നമുക്കറിയാം. അതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വം അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പാലസ്തീൻ കോസിന് വേണ്ടി നിൽക്കുന്നില്ല. ഇപ്പൊ പാലസ്തീൻ ഒരു സ്റ്റൈല് മാത്രമാണ്. പാലസ്തീൻ രാജ്യം ഉണ്ടാകണമെന്ന് പറയുന്നത് ലോകത്തെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒരു സ്റ്റൈല് പോലെ ആയിട്ടുണ്ട്. 156 രാജ്യങ്ങൾ ഞങ്ങൾ പാലസ്തീൻ കോസിനോടൊപ്പമാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു. പക്ഷെ ഒരു ചെറു വിരല് പോലും യഥാർത്ഥത്തിൽ അനക്കാൻ ഈ രാജ്യങ്ങൾക്കാവില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇത് പെർമനന്റ്ലി ഫ്രീസറിൽ വെക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നത്. അതുകൊണ്ടാണ് ഹമാസ് നിരായുധീകരിക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അവർ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഹമാസ് ഒരു സ്റ്റേറ്റ് ആക്ടർ അല്ല. അവര് സ്റ്റേറ്റ് എന്ന പാലസ്തീൻ സ്റ്റേറ്റ് എന്ന ആശയത്തിന് വേണ്ടി നിലകൊള്ളുന്ന നോൺ സ്റ്റേറ്റ് പ്ലെയർ മാത്രമാണ് ഹമാസ്. അതുകൊണ്ട് ഹമാസ് നിരായുധീകരിക്കപ്പെട്ടാൽ അതിനർത്ഥം
യഥാർത്ഥത്തിൽ പാലസ്തീൻ കോസിൽ നിന്നും പൂർണ്ണമായി അവർ മാറുന്നു. ബലപ്രയോഗത്തിലൂടെ അല്ലാതെ പലസ്തീൻ രാഷ്ട്രം സാധ്യമാവില്ല എന്നാണ് ഹമാസ് വിശ്വസിക്കുന്നത്. പക്ഷെ ബലപ്രയോഗത്തിലൂടെ മാത്രം സാധ്യമാവില്ല എന്നറിയാം. അറബ് രാജ്യങ്ങൾ കൂടി ഒരുമിച്ച് നിന്നാൽ മാത്രമേ എന്തെങ്കിലും സാധ്യമാവുമെങ്കിൽ അത് സാധ്യമാവും. അത് നടക്കാപ്പാകാത്തിടത്തോളം കാലം ഇതെല്ലാം വളരെ താൽക്കാലികമായ ചില വ്യക്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ മാത്രം കഴിയുന്ന ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ശാശ്വത സമാധാനം ഇപ്പോഴും അകലെയാണെന്ന് പറയുന്നത് രേണുക. തീർച്ചയായും.